കിലുകിലും കിലുകിലും. കേട്ടില്ല ഒച്ച? ഇതെന്താണെന്ന് മനസ്സിലായ? വാ വീഡിയോ കാണാം. ഇന്ന് ഇത് വെച്ച് 2 കിടിലൻ വിഭവങ്ങൾ നമുക്കുണ്ടാക്കാം. അതിലൊരെണ്ണം നിങ്ങൾക്കറിയാം. അതിന്റെ വീഡിയോ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അടുത്തതാണ് പൊളി ഐറ്റം. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടോളൂ. ദാ നോക്കിക്കോളൂ, വാഴപ്പൂവ് ഇങ്ങനെ ക്ലീൻ ചെയ്യണം. പൂവിൻ്റെ ഉള്ളിലെ ഒരു നാര് പോലെ കട്ടിയായിട്ടുള്ള ഒരു ഭാഗമുണ്ട്, പിന്നെ ഒരു പോള, അത് കളയണം. കയ്യിൽ കറ പറ്റാതിരിക്കാനായിട്ട് തുടക്കത്തിൽ കുറച്ച് വെളിച്ചെണ്ണ പരട്ടിക്കോളൂ. ഇതേ കണ്ടോ, ഇത് വേണ്ട നമുക്ക്. ഇപ്പൊ നമ്മൾ പൂവൊക്കെ ക്ലീൻ ആക്കി. ഇത് വൃത്തിയാക്കാൻ വലിയ പണിയൊന്നും ഇല്ല. ദിലീപിന്റെ ഒരു സിനിമയില് മാങ്ങപറി ചെളികുത്ത് എന്ന് പറയുന്ന പോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി പൂവിന്റെ കറ കളയണം. അതിനായി പൂക്കള് കുറച്ചു നേരം മോരും വെള്ളത്തിൽ ഇട്ട് വെക്കുക, ഒരു 5-10 മിനിറ്റ്. ശേഷം അത് വാരി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്നുകിൽ ഇതിൽ നേരിട്ട് മസാലപ്പൊടികൾ ചേർക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് കുറച്ച് കായം പൊടി വേണം. എൻ്റെ കയ്യിൽ കായേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് കായ എടുത്ത് ആദ്യം കലക്കി വെക്കട്ടെ. ഇനി കടലമാവ് എടുക്കുക. കടലമാവ് ഇല്ലെങ്കിൽ മൈദ അരിപ്പൊടി എടുക്കുക. കൂടാതെ മഞ്ഞൾ, എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കായത്തിൻ്റെ വെള്ളം, ഉപ്പ് ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. നല്ല കട്ടിയുള്ള ബാറ്റർ ആവണം. കണ്ടില്ലേ, ഇതുപോലെ. നമ്മുടെ പൂവുണ്ടല്ലോ, അതിൽ ബാറ്റർ നന്നായി പിടിക്കണം. എല്ലാ പൂവും ഞാൻ ഇട്ടു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ദാ നമ്മുടെ പൂവ് മാവിന്റെ കോട്ട കിട്ടു. വറുത്ത് കോരുമ്പോൾ അധികമുള്ള എണ്ണ പോകാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചോളൂ. വറുക്കാൻ എണ്ണ ഒഴിച്ചു. ഇനി ഒട്ടും വൈകിക്കണ്ട, നേരെ തിളച്ച എണ്ണയിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ഒന്നിച്ചിട്ട് കൊടുക്കണ്ട, കട്ട പിടിക്കും. കാണുമ്പോൾ വലിയ പണിയില്ലെന്ന് തോന്നും അല്ലേ? പക്ഷെ സംഭവം സിമ്പിളാന്നേ. ദേ കണ്ട, കണ്ണടച്ച് തുറക്കുമ്പോൾ വറുത്ത് കോരിയെടുക്കാം. ഇങ്ങനെ നല്ല ഗോൾഡൻ കളറിലാവണം. കളർ മാത്രമല്ല കാര്യം, കിലുങ്ങണം വറുത്ത് കോരി എടുക്കുമ്പോൾ. ഒട്ടും സമയം കളയാതെ നമ്മുടെ അടുത്ത ബാച്ച് ഗോതയിലേക്ക് ഇറങ്ങി. മറച്ചിടുമ്പോൾ ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ച പോലെ തോന്നും. അത് പേടിക്കാനൊന്നുമില്ല, തന്നെ വിട്ടു പൊക്കോളും. എല്ലായിടത്തും ഒരൈക്യം നല്ലതല്ലേ? നമ്മുടെ രണ്ടാമത്തെ ബാച്ചും വറുത്ത് കോരാറായി. അങ്ങനെ നമ്മുടെ വറുത്ത് കോരലൊക്കെ കഴിഞ്ഞു. ബാക്കി വന്ന എണ്ണയിൽ കുറച്ച് കറിവേപ്പിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത്ര മതി, ആ പച്ച കളറൊന്നും പോകരുത്. അപ്പോൾ നമ്മുടെ വാഴപ്പൂ ചിപ്സ് പ്ലേറ്റിലേക്ക് പകർത്താം. കിൽക്കും കേട്ടാ. ഇനി നേരത്തെ തയ്യാറാക്കിയ കറിവേപ്പിലിട്ട് കൊടുക്കാം. കുറച്ച് ദിവസം മഴ ഉണ്ടായില്ല, ഇപ്പോഴേ മഴ തുടങ്ങി. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെ മഴ? നമ്മുടെ മഴക്കാല റെസിപ്പികൾ കാണാത്തവരുണ്ടെങ്കിൽ കയറി കണ്ടോളൂ. ഈ മഴ സമയത്തേ ഇതാ ഇതുപോലെ ഒരു ചൂടൻ കട്ടനും നമ്മുടെ ഈ സ്നാക്കും സംഗതി പൊളിച്ചു. ചേട്ടാ, ഇതെങ്ങനെയുണ്ട്? ആദ്യം തന്നെ ഇത് എന്താണെന്ന് മനസ്സിലായ? കഴിച്ചിട്ട് അഭിപ്രായം പറയേ. ആള് തിന്നോണ്ടിരിക്കുക, പറയേ. ചേട്ടൻ സർട്ടിഫിക്കറ്റ് തന്നു. ഇനി നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചിട്ട് കമന്റ് അറിയിച്ചോളൂ. വീഡിയോ ഇഷ്ടമായാലും ഒരു കുഞ്ഞു ലൈക്ക് തരാൻ മറക്കല്ലേ. ഇത്തരം നാടൻ റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ പുതിയ റെസിപ്പിയായി വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, താങ്ക് യു.